ഒരു പണ്ഡിതനാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ പഴിചാരരുത്. ഒരു സാധാരണക്കാരനാണ് ആത്മഹത്യ ചെയ്തതെങ്കിലും അവനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അത് പാപമാണോ? അത് പാപം തന്നെയാണ്, സംശയമില്ല. പക്ഷേ അള്ളാഹുവിന്റെ റഹ്മത്തിലോട്ട് കടന്നു പോകുന്ന അവസാന നിമിഷം ആത്മഹത്യയായതിന്റെ പേരിലോ ഒരു മനുഷ്യനെയും ഒരു മുസ്ലിമിനെയും നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അവഗണന വരുമായിരുന്നെങ്കിൽ മയ്യിത്ത് നിസ്കാരം പിന്നെന്തിനാടോ മനുഷ്യ? അവഗണനയില്ല, അതിന്റെ തീരുമാനമെടുക്കേണ്ടത് പടച്ചവനാ. പ്രിയപ്പെട്ട അഷ്റഫ് മാലിക്കി ഉസ്താദ്, അദ്ദേഹം മരണപ്പെട്ടിട്ട് അധിക ദിവസമായില്ലല്ലോ. കുരുന്ന് മക്കൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതനോ, ആ മനുഷ്യനും റഹ്മത്തിലോട്ട് യാത്രയായത് ആത്മഹത്യയിലൂടെയാകുമ്പോ അതിന്റെ അധികാരം ഏറ്റെടുക്കേണ്ടത് പടച്ചവനാണ്, ഞാനല്ല, നീയല്ല. നമ്മളാരും അതിന്റെ അധികാരം ഏറ്റെടുക്കേണ്ടതില്ല. പുറത്തു കൊടുക്കുന്നവൻ റബ്ബാണ്. അള്ളാഹുവിന്റെ പൊറുക്കലിനെ നീ ചോദ്യം ചെയ്യേണ്ടതില്ല. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥകൾ മാറി മറിയുന്നത് ഒരാൾക്കും നിർവചിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അറിയുമല്ലോ തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു എന്ന അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം ഹിജ്റ നടത്തിയ സ്വഹാബി തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ചെറിയൊരു സ്വഹാബിയല്ല, മുഹാജിറായ സ്വഹാബിയത്രേ. ആ തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം തന്റെ ഗോത്രത്തിൽ നിന്ന്, ദൗസ് ഗോത്രത്തിൽ നിന്ന് കടന്നുപോയ മറ്റൊരു സ്വഹാബി. ഇത് സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ആധികാരികതയുള്ള ഹദീസാണ്. ആ ചരിത്രമെന്ന് വിലയിരുത്ത സഹോദരങ്ങളെ, ആ തുഫൈൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചേർന്നിരുന്ന തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ആ സ്വഹാബിയുടെ പേര് ആ ഹദീസിൽ രേഖപ്പെടുത്തുന്നില്ല. എന്നിരുന്നാലും അങ്ങനെ ഒരു സ്വഹാബി ഹിജ്റ നടത്തിയിട്ട് മദീനയുടെ മണ്ണിലെത്തുമ്പോ കാലാവസ്ഥ പ്രതികൂലമാകുന്ന ഘട്ടത്തില്, അന്യദേശത്തിന്റെ കാലാവസ്ഥകൾ പ്രതികൂലമായപ്പോ രോഗാതുരനായി മാറിയ തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സ്വഹാബി, ആ മനുഷ്യൻ വേദന സഹിക്കാതെ വരുമ്പോ, രോഗം മൂർച്ഛിക്കുമ്പോ, വല്ലാതെ രോഗിയായി അവശതയിൽ നിന്ന് അവശതയിലേക്കോ, അതിൽ നിന്ന് വീണ്ടും അവശതയിലോട്ട് കടന്നുപോയിട്ട് വേദന സഹിക്കാതെ വരുമ്പോ, ആ രോഗത്തിന്റെ ദുരിതങ്ങൾ സഹിക്കാതെ വന്നപ്പോ, അതിന്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ താങ്ങാനാകാതെ വരുമ്പോ, അവസാന നിമിഷം മനസ്സിന്റെ താളം തെറ്റിയിട്ടോ, മനസ്സിന്റെ സമനില തെറ്റിയിട്ടോ, ഹൃദയത്തിന്റെ പിടിവിട്ടു പോയിട്ടോ, തന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പെടുത്തിട്ട് ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് ഹദീസിന്റെ കിതാബ്